الذي علم بالقلم علم الإنسان ما لم يعلم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من 1000 شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വതതയും നിങ്ങളെയും വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ ചര്യയും സമ്പൂർണമായി അനുധാവനം ചെയ്ത് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ സംഗമിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മകളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാനിൻ്റെ അവസാന നാളുകളിലേക്ക് നാം പ്രവേശിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത്. ഏതൊരു കർമ്മത്തിൻ്റെയും അന്ത്യം വളരെ പ്രധാനമാണ്. മനുഷ്യ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച വിശുദ്ധിയുടെ മാസം അതിൻ്റെ അവസാന നാളുകളിലും ഏറെ പ്രാധാന്യമുള്ളതാണ്. ബദർ യുദ്ധത്തിൻ്റെ മഹത്തായ ചില ഓർമ്മകൾ നാം പിന്നിട്ട ദിനങ്ങൾക്ക് ശേഷം അവസാനത്തിലേക്കെത്തുന്ന സന്ദർഭം ഏറ്റവും സജീവമാവുകയും ആരാധനകളിൽ പൂർവോപരി മനസാന്നിധ്യത്തോടുകൂടി അവയെ നിർവഹിക്കേണ്ടുകയും ചെയ്യുന്ന സന്ദർഭമാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന പ്രവാചകന്റെ ജീവിതത്തെ സംബന്ധിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: കാന ഇദാ ദഖലൽ അശ്ർ അഹ്യൽ ലൈൽ വശദ്ദൽ മിഅ്സർ വഅയ്ഖല അഹ്ലഹു. അവസാന ദിനങ്ങൾ, റമളാനിലെ അവസാന 10 എത്തിക്കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായി ആയിഷ റളിയല്ലാഹു തആല അൻഹ വിശദീകരിക്കുന്നത്. ഒന്ന്, അഹ്യൽ ലൈൽ, രാത്രിയെ ജീവസുറ്റതാക്കി മാറ്റി എന്നതാണ്. ആരാധനകൾ കൊണ്ട് രാവിനെ സമ്പന്നമാക്കി തീർക്കുക എന്നത് അവസാന ദിനങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി പ്രവാചകചര്യ ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം. 2, വശദ്ദൽ മിഅ്സർ, അരക്കെട്ട് മുറുക്കി. ഭാഷാപരമായി ഒരു കാര്യം ചെയ്യുന്നതിനു വേണ്ടി സമ്പൂർണമായി തുനിഞ്ഞിറങ്ങുന്നതിനെയാണ് അരക്കെട്ട് മുറുക്കുക എന്ന് പറയുന്നത്. അഥവാ അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സമ്പൂർണ്ണ സമർപ്പണത്തിന്, ഇബാദത്തുകളിൽ മുഴുകുന്നതിനു വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്ന ദിനങ്ങളാണ് അവസാനത്തെ ദിനം. ആ മാതൃകയാണ് നമുക്കും പകർത്താനുള്ളത്. 3, വഅയ്ഖല അഹ്ല, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തി എന്നതാണ്. വിശ്വാസികൾ മനസ്സിൽ സ്നേഹം കാത്തു സൂക്ഷിക്കേണ്ടുന്നവരാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹം
ഏറ്റവും ഉന്നതമായി നിലനിർത്തുന്നതോടൊപ്പം സമസൃഷ്ടികളോട്, സഹോദരങ്ങളോട്, കുടുംബത്തോട്, ഇണയോട്, മക്കളോട് എല്ലാം ഏറ്റവും ഉയർന്ന സ്നേഹം നിലനിർത്തണം. ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണ്? പരലോകത്ത് രക്ഷപ്പെടണം എന്നതാണ്. ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന സ്വർഗത്തിൽ എൻ്റെ കൂടെ എൻ്റെ ഇണയുണ്ടാകണം, എൻ്റെ സന്തതികൾ ഉണ്ടാകണം, എൻ്റെ സഹോദരങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് ആരാധനകളിൽ ഞാൻ എത്രമാത്രം കണിശത പാലിക്കുന്നുവോ ആ കണിശത എൻ്റെ കുടുംബത്തിനും ഉണ്ടാകണം. അതാണ് കുടുംബത്തെ വിളിച്ചുണർത്തുക എന്നത്. 3 കാര്യങ്ങൾ പ്രധാനമായി ഈ വിഷയത്തിൽ നമ്മളേവരും ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ദിനങ്ങളിൽ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച കാര്യം സ്വതഖയുടെ വിഷയമാണ്. സ്വതഖ നമുക്കറിയാം, അവിടുന്ന് പഠിപ്പിച്ചത് അത് അപകടങ്ങളെ, വരാനിരിക്കുന്ന പ്രയാസങ്ങളെ തടയാൻ സഹായകമായി തീരുന്നതാണ്. സമ്പത്തുമായി ബന്ധപ്പെട്ട ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വളരെ മാതൃകാപരമാണ്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ. പലിശ എന്നത് ചൂഷണമാണ്. പലിശ പണം കൊണ്ട് പണമുണ്ടാക്കുന്ന വ്യവസ്ഥയാണ്. അത് സമൂഹത്തിൽ നാശമേ വരുത്തുള്ളൂ. അതുകൊണ്ട് ആ തിന്മയെ അള്ളാഹു നിഷിദ്ധമാക്കി. അതിലേറ്റവും ചെറിയതുപോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഭയാനകമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നാൽ കച്ചവടത്തെ അനുവദനീയമാക്കി. കച്ചവടത്തിലൂടെ സമ്പത്തിന്റെ വളർച്ചയാണ് ഉണ്ടാകുന്നത്. ക്രയവിക്രയങ്ങൾ ഒരു സമൂഹത്തിന്റെ സാമ്പത്തികമായ അസ്ഥിവാരം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാനമാണ്, വളർച്ചയിൽ പ്രധാനമാണ്. അതുകൊണ്ട് വ്യവഹാരങ്ങളെ, കച്ചവടത്തെ അനുവദിക്കുകയും ആ കച്ചവടത്തിൽ ഒരിക്കലും വരാൻ പാടില്ലാത്ത ഒരു തിന്മയായി ഗൗരവപൂർവം പലിശയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ സാമ്പത്തികമായ സുരക്ഷയ്ക്കുള്ള നിർബന്ധ ബാധ്യതയായ സക്കാത്ത് ഏറ്റവും പ്രധാനമായി ഇസ്ലാം പഠിപ്പിച്ചു. 2 ആഴ്ച മുമ്പ് ആ വിഷയം വിശദമായി നാം മനസ്സിലാക്കിയതാണ്. ആ സക്കാത്തിന്റെ കൂടെ തന്നെ നിർവഹിക്കേണ്ടുന്ന ഐച്ഛികമായ ദാനധർമ്മം സ്വതഖ, അതിനെയും ഏറെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇങ്ങനെ കാണാം: മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസ്. 3 കാര്യങ്ങളാണ് ഈ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മാ നഖസത് സ്വദഖത്തും മിൻ മാലിൻ. സ്വദഖ സമ്പത്തിൽ ഒരു കുറവും വരുത്തുകയില്ല. കൊടുത്തു എന്നതുകൊണ്ട് കുറഞ്ഞു പോവുകയില്ല. വളരെ വിശാലമായ ഒരാശയമാണ്. നൽകുമ്പോൾ കൈകൾ മാറുന്നു, പോക്കറ്റുകൾ മാറുന്നു എന്നതേ ഉള്ളൂ. സമൂഹത്തിലെ ഇംബാലൻസ്, അസന്തുലിതാവസ്ഥക്ക് മാറ്റം വരികയാണ്. കരയുന്നവന്റെ കണ്ണീരൊപ്പക്കപ്പെടുകയാണ്. എരിയുന്ന വയറിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ തകർച്ചയല്ല, സാമ്പത്തികമായ വളർച്ചയാണ് സദഖയിലൂടെ ഉണ്ടാകുന്നത്. 2 അർത്ഥത്തിലും. മുമ്പ് നാം സൂചിപ്പിച്ച പോലെ സക്കാത്ത് എന്നർത്ഥമുള്ള സക്കാത്ത് എന്ന പദം അത് വിശുദ്ധി എന്നർത്ഥത്തിലും വളർച്ച എന്നർത്ഥത്തിലും, രണ്ടും പോസിറ്റീവായ തലമാണ്. വ്യക്തിയുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടുന്നു, അതോടൊപ്പം തന്നെ സാമ്പത്തികമായി സമൂഹത്തിൽ വളർച്ചയുണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് മാ നഖസത് സദഖത്തും മിൻ മാൽ, കൊടുത്താൽ കുറഞ്ഞു പോകുന്ന ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ടതില്ല, വളർച്ചയാണ് ഉണ്ടാക്കുന്നത്. 2 വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച ചെയ്താൽ അതൊരു കുറച്ചിലല്ലേ, മോശമല്ലേ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. മാപ്പ് നൽകിയാൽ ഒരടിമയുടെ പ്രതാപം വർദ്ധിക്കുകയുള്ളൂ. തോറ്റുകൊടുക്കുന്നിടത്താണ് വിജയം. തോറ്റുകൊടുക്കുക എന്നത് വിജയത്തിന്റെ പ്രധാനമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് ആരെങ്കിലുമായി പിണങ്ങിയിട്ടുണ്ടെങ്കിൽ നോമ്പിൽ ആ പിണക്കം നമ്മൾ തീർക്കണം. ആരെങ്കിലുമായി ഏതെങ്കിലും നിലക്കുള്ള മാനസികമായ അകൽച്ചകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടാൻ കൂടി നോമ്പും അനുബന്ധമായ ആരാധനകളും നമുക്ക് ഉപയോഗപ്പെടണം. കാരണം വിട്ടുവീഴ്ച നിങ്ങൾക്ക് പ്രതാപം വർദ്ധിപ്പിക്കുമെന്നാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. 3 വമാ തവാളഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ അല്ലാഹു അവനെ ഉയർത്താതിരിക്കില്ല. താഴ്മ താൻ അഭ്യുന്നതി എന്നാൽ അല്ലാഹുവിനെ ഓർത്ത് പടച്ചവന്റെ ഇസ്സത്തിനെ മനസ്സിലാക്കി തന്റെ ദൗർബല്യാവസ്ഥ, ഖുലിഖൽ ഇൻസാനു ദഈഫ, മനുഷ്യൻ ഏറ്റവും ദുർബലനായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും സ്വമേധയാ എനിക്ക് സാധ്യമാകില്ല റബ്ബിന്റെ സഹായമില്ലാതെ എന്നത് ഉൾക്കൊണ്ട് പരമാവധി വിനയപ്പെടുക. ആ വിനയം
നിങ്ങൾക്ക് ഉയർച്ചയല്ലാതെ നൽകുകയില്ല. വിനയത്തിലൂടെ അള്ളാഹു മനുഷ്യനെ ഉയർത്തുമെന്നാണ് ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫുഹു വഹുവ ഖൈറുർ റാസിഖീൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിച്ചു തരുന്നു നമുക്ക്, നിങ്ങൾ എന്താണോ ചെലവഴിക്കുന്നത് തീർച്ചയായും അള്ളാഹു അതിന് പകരം നൽകും. ഖൈറുർ റാസിഖ്, തീർച്ചയായും ഏറ്റവും ഉത്തമനായ വിഭവം നൽകുന്നവൻ റബ്ബാണ്. അതുകൊണ്ട് കൊടുത്തുകൊണ്ടേയിരിക്കുക, നൽകിക്കൊണ്ടേയിരിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി പ്രകാരം കാണാം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹി റിവായത്ത് ചെയ്യുന്നു. ഖാലല്ലാഹ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹു പറഞ്ഞിരിക്കുന്നു, അൻഫിഖ് യബ്ന ആദം ഉൻഫിഖ് അലൈക്. മനുഷ്യപുത്ര, നീ ചിലവഴിക്കുക എങ്കിൽ നിന്റെ മേൽ ചിലവഴിക്കപ്പെടും. നീ എത്ര ചിലവഴിക്കാൻ തയ്യാറുണ്ടോ അത്ര അല്ലാഹു നിനക്ക് നൽകും എന്നർത്ഥം. നമ്മൾ സാധാരണ സ്ഥിരമായി കേൾക്കാറുള്ള ഒരു ഹദീസാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു ധരിക്കുന്ന മറ്റൊരു വചനം, മാമിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലകാനി യൻസിലാൻ ഫയഖൂലു അഹദുഹുമാ അല്ലാഹുമ്മ ആതി മുൻഫിഖൻ ഖലഫാ വയഖൂലു അൽ ആഖർ അല്ലാഹുമ്മ ആതി മുംസികൻ തലഫാ. രണ്ട് മലക്കുകൾ എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഇറങ്ങി വരുന്നു. അവയിലൊരു മലക്ക് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ ചിലവഴിക്കുന്നവന് പകരം നൽക്. മറ്റേ മലക്ക് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ പിടിച്ചു വെക്കുന്നവന്, ചിലവഴിക്കാത്തവന്, പിശുക്ക് കാണിക്കുന്നവന് നീ നാശം നൽക്. പൂർവികരായ പണ്ഡിതന്മാർ, മുഹദ്ദിസുകൾ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, വമഅലൂമുൻ അന്ന ദുആഅൽ മലായികത്തി മുജാബ്. മലക്കുകളുടെ ദുആക്ക് ഉത്തരം കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിർണിതമായ, അത് കൃത്യമായ വസ്തുതയാണ് എന്നുള്ളത്. അപ്പൊ മലക്കിന്റെ ദുആയാണ് സദഖയിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പണം എന്റെ മോളെ കെട്ടിക്കാനുള്ളതാണല്ലോ, എന്റെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയാണല്ലോ എന്ന് കരുതി ചിലവഴിക്കാതെ അത് മാറ്റിവെച്ചാൽ അതിന് നാശമുണ്ടാകട്ടെ എന്ന മലക്കിന്റെ ദുആക്കാണ് അത് വിധേയമായി തീരുന്നത്. ശ്രദ്ധയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാകണം. ഏറ്റവും അർഹരായവരിലേക്ക് സമ്പത്ത് എത്തിക്കാനുള്ള ശ്രമമാണ് പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ നമുക്കുണ്ടായിത്തീരേണ്ടത്. പെരുന്നാളിന്റെ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുള്ള തിരക്കിലാണ് നമ്മൾ. ഈ വിഷയവും വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ്. അവസാന നാളുകൾ പരമാവധി പള്ളിയിൽ ചിലവഴിക്കാൻ, ഇബാദത്തിൽ ചിലവഴിക്കാനുള്ളതാണ്. പക്ഷെ സമുദായം റമദാന്റെ അവസാന ദിനങ്ങൾ എത്തുമ്പോഴേക്കും മൊത്തം മാർക്കറ്റിലാണ് രാവും പകലും. വലിയ നഷ്ടമാണ്. തുണിക്കടകളിൽ കയറിയിറങ്ങി നീണ്ട മണിക്കൂറുകൾ അതിനുവേണ്ടി വിനിയോഗിക്കുന്നു. അവിടെയൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രദേശങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? ഈ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങളായ പള്ളികളാണ്. വഅബ്ഗദുൽ ബിലാദി അസ്വാഖുഹാ. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ഏതാണ്? അങ്ങാടികളാണ്. ആവശ്യത്തിന് വേണ്ടി മാത്രം പോവുക, തിരിച്ചു പോരുക. അത് കറങ്ങാൻ പറ്റിയ അത്ര നല്ല സ്ഥലമല്ല എന്നർത്ഥം. റമദാനിലെ അവസാന ദിനത്തിലെ പുണ്യമുള്ള നിമിഷങ്ങൾ മാർക്കറ്റിൽ ചെലവഴിച്ച് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥ നമ്മിൽ ഉണ്ടാകാൻ പാടില്ല. വസ്ത്രങ്ങൾ വാങ്ങണം, പുതുമോടിയുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, ഒക്കെ ശരി തന്നെയാണ്. അതോടൊപ്പം രണ്ടാമതായി അനുബന്ധമായി ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർക്ക് വാങ്ങിക്കൊടുക്കുന്ന കാര്യമാണ്. വസ്ത്രത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരാൾക്കൊരു തുണ്ട് വസ്ത്രം നൽകിയാൽ ആ ആൾ അത് ധരിച്ചുകൊണ്ടേയിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. മക്കൾക്ക് വേണ്ടി വാങ്ങുമ്പോ അയൽപക്കത്തുള്ള കുട്ടിയുണ്ടാകും, ആ കുട്ടിക്കൊന്ന് വാങ്ങിക്കൊടുക്കുക. അവന്റെ ഉപ്പക്ക് ജോലിയില്ല, അല്ലെങ്കിൽ ആ കുട്ടി യതീമാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. നമുക്കൊരു സംവിധാനമുണ്ട്, ഈദ് കിസ്വ എന്നുള്ള പേരിൽ 1300 രൂപയാണ് ഒരു കുട്ടിക്ക് വസ്ത്രത്തിന് വേണ്ടി വാങ്ങുന്നത്. ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിനുള്ള സംവിധാനമാണ്. മുൻ വർഷങ്ങളിൽ ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ നിറഞ്ഞ കണ്ണുകളോടുകൂടി അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ദുരിതം അനുഭവിക്കുന്ന കുടിലുകളിലേക്ക് ഈ വസ്ത്രവുമായി ചെല്ലുമ്പോ ആ പിഞ്ചുമക്കൾ ഓടി വന്നിട്ട് അത് വാങ്ങിയിട്ട് ആ വസ്ത്രം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ആ മക്കളുടെ ഒരു ഓട്ടമുണ്ട്. പെരുന്നാളിന്റെ പുതുവസ്ത്രം കിട്ടിയ സന്തോഷത്തിൽ ആ മക്കളുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജാരിയായ സദഖയായി
അത് മാറുകയാണ്. 1300 രൂപയാണെന്ന് ഒരു കുട്ടിക്ക് വസ്ത്രം വാങ്ങാൻ ഈദ് കിസ്വ സംവിധാനം നൽകാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് വീട്ടിൽ ചെന്നുകൊണ്ട് അവർക്ക് ശുശ്രൂഷകൾ നൽകുന്ന അതിമഹത്തായ ഒരു സംവിധാനമാണ്. നമുക്കറിയാം പെയിൻ ആൻഡ് പാലിയേറ്റീവ് സംവിധാനം. നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെ അതിന്റെ യൂണിറ്റ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവരും സഹായത്തിന് നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലേക്കും അകമഴിഞ്ഞ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായിത്തീരണം. ഇതേ പ്രകാരം തന്നെ നന്മയുടെ പ്രകാശം പരത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ കുറഞ്ഞ കാലം കൊണ്ട് വിജ്ഞാനത്തിന്റെ വലിയ പൂന്തോപ്പായി മാറിയ നമ്മുടെ ജാമിഅൽ ഹിന്ദ് പോലെയുള്ള ഒരുപാട് ഇസ്ലാമികമായ സ്ഥാപനങ്ങൾ, അവരൊക്കെ വരുമ്പോ റമദാൻ എല്ലാ വക്തും ഒരു പിരിവിൻ്റെതായ ഏർപ്പാട് എന്ന നിലക്ക് കാണേണ്ടതില്ല. അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ തുറന്നു തരികയാണ്. അത് ഏറ്റവും ഫലപ്രദമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന മഹത്വപൂർണമായ ചില ആശയങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീനിലെ 12ാമത്തെ ആയത്തിന് ഒരു സബബുൻ നുസൂലുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടതായിരിക്കാമെങ്കിലും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിട്ട് സഹാബികൾ ചിലർ അവരുടെ വേദന പങ്കുവെച്ചതാണ്. വീട് പള്ളിയിൽ നിന്ന് വളരെ ദൂരെയാണ്, നടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ട്, എല്ലാ സമയവും പള്ളിയിൽ എത്താനൊക്കെ പ്രയാസപ്പെടുന്നു. അതുകൊണ്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. എന്തിന്? ഞങ്ങളുടെ താമസ സ്ഥലം പള്ളിക്ക് സമീപത്തായി തീരാൻ വേണ്ടി, പള്ളിയുടെ അടുത്തൊരു താമസ സ്ഥലം കിട്ടാൻ വേണ്ടി. ആ സന്ദർഭത്തിലാണ് അള്ളാഹു പഠിപ്പിച്ചത്, ഇന്നാ നഹ്നു നുഹിൽ മൗത വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും. പരലോകത്തിന്റെ കാര്യം പഠിപ്പിച്ചു. മരിച്ചവരെ ജീവിപ്പിക്കുന്നത് നാമാണെന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞു, വനക്തുബു മാ ഖദ്ദമൂ വആഥാറഹും. അവർ പ്രവർത്തിച്ചതും അതിന്റെ ആധാറുകളും നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. നഷ്ടാന്ന് വിചാരിക്കേണ്ട പള്ളിയിലേക്കുള്ള നടത്തം. ആധാർ 2 വ്യാഖ്യാനങ്ങൾ, തഫ്സീറുകൾ അതിന് നൽകപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, കാലടിപ്പാടുകൾ. നിസ്കാരം മാത്രമല്ല അള്ളാഹു സ്വീകരിക്കുക, ആ നിസ്കാരത്തിന് വേണ്ടി നടന്ന കാലടികൾക്കും പ്രതിഫലമുണ്ട്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാൽ ഉയർത്തുമ്പോൾ ഒരു നന്മ രേഖപ്പെടുത്തപ്പെടുന്നു, മറ്റേ കാല് ഭൂമിയിൽ വെക്കുമ്പോൾ ഒരു തിന്മ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് നടത്തത്തിന് പ്രതിഫലമുണ്ട്. ആധാറിന്റെ 2ാമത്തെ തഫ്സീർ സ്വാധീനം എന്നതാണ്. അഥവാ ഒരു കർമ്മത്തിന് മാത്രമല്ല അള്ളാഹു കൂലി നിശ്ചയിച്ചത്, ആ കർമ്മത്തിന്റെ അനന്തര ഫലം തുടർച്ചയായ കാലം ഞാനും നിങ്ങളും ഈ മുസല്ലയിൽ സുജൂദ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോ നമുക്ക് ഈ സുജൂദിന്റെ കൂലി കിട്ടുന്നതോടൊപ്പം ഈ കൂലി അണമുറിയാതെ പോകും. എവിടേക്ക്? ഈ പള്ളി ഉണ്ടാക്കാൻ വേണ്ടി സഹായിച്ച ആളുകളിലേക്ക്. അവർ മരണപ്പെട്ടാലും ഖബറുകളിലേക്ക് അത് വന്നുകൊണ്ടേയിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മുഅ്മിനുകളായ ആളുകൾ ഖബറിൽ കിടക്കുമ്പോ പ്രതിഫലങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹുവോട് ചോദിക്കും, എന്താണ് ഇതിന് മാത്രമൊക്കെ ഞാൻ ചെയ്തത്? അള്ളാഹുവിന്റെ മറുപടി, നിന്റെ മക്കൾ ചെയ്യുന്ന അമലുകളുടെ പ്രതിഫലമാണത്. അതെ, മക്കളെ ദീന് പഠിപ്പിച്ചാൽ, മക്കളെ നല്ലവരാക്കി തീർത്താൽ ആ മക്കൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലം മാതാപിതാക്കൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഒരു പള്ളിക്ക് വേണ്ടി, ഒരു മദ്രസക്ക് വേണ്ടി, ഒരു ധർമ്മസ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ വിയർപ്പിന്റെ ഗന്ധമുള്ള പണം കൊടുത്തു കഴിഞ്ഞാൽ അതിലൂടെ പടുത്തുയർത്തപ്പെട്ട ആ സ്ഥാപനം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ഖബറിലേക്കും അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കും. കുടിവെള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പ്രത്യേകം ഹദീസിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കാനുള്ള മാർഗത്തിൽ പ്രവർത്തിച്ചാൽ, അതിനുവേണ്ടി ചെലവഴിച്ചാൽ അതിന്റെ പ്രതിഫലം ജാരിയത്തായി നിത്യമായി ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്ന്. അതുകൊണ്ട് പരിശുദ്ധ ദീന് പഠിപ്പിക്കുന്ന ഈ കാര്യം, ചെയ്യുന്ന അമലിന്റെ അപ്പോഴുള്ള കൂലി മാത്രമല്ല, നിരന്തരമായ നിതാന്തമായ കാലം അതിന്റെ പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. ഇതാകണം സൽക്കർമ്മങ്ങളിൽ മുഴുകാൻ നമുക്ക് പ്രേരണയായി മാറേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദൻ നാസ് വകാന അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ വകാന ജിബ്രീൽ യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ ഫയുദാരിസുൽ ഖുർആൻ ഫല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന യൽഖാഹു ജിബ്രീൽ അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല. ഇമാം ബുഖാരി റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും ഉദാരനായ വ്യക്തിയായിരുന്നു. മനസ്സ് വിശാലമാകുമ്പോഴേ നമുക്ക് ഔദാര്യം കാണിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും ഉദാരനായിരുന്നു. ചരിത്രത്തിൽ ഒരു സംഭവം കാണാം. അവിടുന്ന് ഈത്തപ്പനയുടെ പായയിൽ കിടന്നുറങ്ങിയ കാരണത്താൽ പുറത്ത് പാടുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട സഹാബികളിൽ ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു വസ്ത്രം കൊണ്ടുപോയി കൊടുക്കുകയാണ്.
അത് കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു സഹാബി റസൂലിന്റെ കയ്യിലുണ്ടായിരുന്ന ആ വസ്ത്രം അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അത് എനിക്ക് തരി റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൊടുത്തു. ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുന്നു, ഈ മനുഷ്യൻ ആ വസ്ത്രം വാങ്ങി പോയ ശേഷം അവിടെ ഉണ്ടായിരുന്ന സഹാബികൾ റസൂലുള്ളാഹിയോട്, ആ മനുഷ്യനോട്, വാങ്ങിപ്പോയ ആ മനുഷ്യനോട് ചോദിച്ചു, താങ്കൾ ചെയ്ത് വളരെ മോശമായിപ്പോയി. അള്ളാഹുവിന്റെ റസൂലിന് വസ്ത്രം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയമാണെന്ന് നിനക്കറിയാമല്ലോ. ചോദിച്ച റസൂലുള്ള തരാതിരിക്കില്ല എന്നും അറിയാം. പിന്നെ ഈ സമയത്ത് അത് ചോദിച്ചു വാങ്ങാൻ പാടില്ലായിരുന്നു. ആ മനുഷ്യൻ പറഞ്ഞ മറുപടി, ഈ വസ്ത്രത്തിൽ എന്നെ കഫം ചെയ്യപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, ആ മനുഷ്യൻ വഫാത്തായപ്പോൾ അദ്ദേഹത്തെ ആ വസ്ത്രത്തിലാണ് കഫം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം തനിക്ക് ആവശ്യമുണ്ടായപ്പോഴും ചോദിച്ച ആളെ നിരാശപ്പെടുത്താതിരുന്നു എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അജ്വദു മാ യകൂനു ഫീ റമളാൻ ഹീന യൽഖാഹു ജിബ്രീൽ. ആ ഔദാര്യവാനായ റസൂൽ റമളാനിൽ പ്രത്യേകിച്ചും ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടുന്ന സന്ദർഭം ഏറ്റവും ഔദാര്യവാനായിരുന്നു. വകാന ജിബ്രീൽ യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ. റമളാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹിസ്സലാം വരുമായിരുന്നു. ഫയുദാരിസുൽ ഖുർആൻ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആൻ പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു. ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുകയും അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിഫ്ള് പരിശോധിക്കുകയും ചെയ്യുമായിരുന്നു. فلا رسول الله صلى الله عليه وسلم حين يلقاه جبريل اجود بالخير من الريح المرسله. ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന ആ രാത്രിയിൽ അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ ഔദാര്യവാനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മാതൃക നമ്മളും പകർത്താൻ വേണ്ടി ശ്രമിക്കുക. മൂന്നാമതായി, പരിശുദ്ധമായ അവസാന ദിനം പള്ളിയിൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുക, അഥവാ ഇഅ്തികാഫ്. ഭാഷാപരമായി സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചടഞ്ഞിരിക്കുക എന്നതാണ്. ഇഅ്തികാഫ് എന്ന ഇബാദത്ത് മുൻ കഴിഞ്ഞ സമുദായങ്ങൾക്ക് വരെ ഉണ്ടായിരുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദുആയിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം പറയുന്നിടത്ത്, വഅഹിദ്നാ ഇലാ ഇബ്രാഹിമ വ ഇസ്മാഈൽ അൻ തഹിറാ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. ഇബ്രാഹിമിനും ഇസ്മാഈലിനും അവർക്ക് നാം ബാധ്യതയായി ഏൽപ്പിച്ച കാര്യം അല്ലാഹു എടുത്തു പറയുന്നു. എന്ത്? പരിശുദ്ധമായ ഭവനത്തെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാൻ, അതിനെ ശുദ്ധീകരിക്കാൻ. ആർക്കൊക്കെ വേണ്ടി? ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇസ് സുജൂദ്. തവാഫ് ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾക്കും റുകൂഉം സുജൂദും നിർവഹിക്കുന്ന ആളുകൾക്കും വേണ്ടി. അപ്പൊ ആ വചനത്തിലും ഇഅ്തികാഫിനെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, അന്ന നബിയ കാന യഅ്തകിഫു അൽ അശ്റൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹു അല്ലാഹ് സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വരെയും റമളാനിലെ അവസാനത്തെ 10 ഇഅ്തികാഫ് ഇരുന്നിരുന്നു. പിന്നീട് പ്രവാചകന്റെ മരണശേഷം അവിടുത്തെ ഭാര്യമാരും ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്നതാണ്. അപ്പോൾ സ്ത്രീകൾക്കും അത് നിർവഹിക്കാം എന്നുള്ളത് ഈ മാതൃകയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ ഇഅ്തികാഫിനുള്ള സൗകര്യമുണ്ട്. ഇഅ്തികാഫ് ഇരിക്കുന്ന ആളുകൾ ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് അവരുടെ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ സൗകര്യത്തിനു വേണ്ടി അതൊന്ന് പ്രത്യേകം ബന്ധപ്പെട്ടവരെ അറിയിക്കണം, രജിസ്റ്റർ ചെയ്യണമെന്ന് പള്ളിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദപ്പെട്ട ആളുകൾ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തായ മാസത്തിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ ദിനങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടതാണ് ലൈലത്തുൽ ഖദർ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ അതിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ. 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ മഹത്വം ആർക്കെങ്കിലും ലഭിച്ചാൽ തീർച്ചയായും അവൻ സുരക്ഷിതനായി തീർന്നു എന്നതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. ഈ 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാവിന്റെ കാരണം എന്താണ്? ആ നിർണിതമായ രാത്രിയിലാണ് ലോകത്ത് മാറ്റമുണ്ടാക്കിയ അല്ലാഹുവിന്റെ കലാം വിശുദ്ധ ഖുർആൻ അവതീർണമായത് എന്നതാണ്. റമളാനിന്റെ മഹത്വത്തിന്റെ കാരണം നമുക്കറിയാം, ഖുർആനിന്റെ അവതരണം സംഭവിച്ചു എന്നതാണ്. ആ അവതരണം സംഭവിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ രൂപം അതെങ്ങനെയെന്നുള്ളത് വിശദീകരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് പ്രധാനമായും
ലൈലത്തുൽ ഖദറിലാണ് അത് അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടത് എന്നതാണ്. ഒന്നാം ആകാശത്തേക്ക് ആദ്യം അള്ളാഹു അതിനെ അവതരിപ്പിക്കുകയും പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതിനെ എത്തിക്കുകയും ചെയ്തു എന്നതാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും മറ്റു പൂർവികരായ മഹാത്മാക്കൾ സഹാബികൾ വിശദീകരിക്കുന്നത് അൻസലല്ലാഹുൽ ഖുർആന ജുംലതൻ വാഹിദതൻ മിനൽ ലൗഹിൽ മഹ്ഫൂദ് ഇലാ ബൈത്തുൽ ഇസ്സ. ആദ്യം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ബൈത്തുൽ ഇസ്സയിലേക്ക് ഒന്നിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്നു. മിനസ്സമാഇദ് ദുനിയാ സുമ്മ നസല മുഫസ്സലൻ ബിഹസ്ബിൽ വഖാഇ ഫീ 23 സന. ആ ബൈത്തുൽ ഇസ്സയിൽ നിന്ന് അഥവാ ഉന്നതമായ ആകാശത്തുള്ള ബൈത്തുൽ ഇസ്സയിൽ നിന്ന് പ്രത്യേക സന്ദർഭങ്ങളിലായിക്കൊണ്ട് 23 വർഷക്കാല അളവിനുള്ളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് അതിന്റെ അവതരണം നടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ഒരു പ്രത്യേകമായ ശൈലിയുണ്ട്. ഗൗരവതരമായ ഒരു കാര്യം പറഞ്ഞ ശേഷമാണ് എന്താണത് എന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കാറുള്ളത്. അൽ ഖാരിയ മൽ ഖാരിയ, ആ ഭയങ്കരമായ സംഭവം എന്താണ് ആ ഭയങ്കര സംഭവം എന്ന് നിനക്കറിയാമോ? അതേപോലെ ഇവിടെ ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞ ശേഷം വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ, ഏറ്റവും ഗൗരവതരമായ ഒരു കാര്യമാണ് എന്ന ചോദ്യരൂപമാണ് അവിടെ നമ്മൾ കാണുന്നത്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് ആ ദിനത്തിന്റെ രാത്രി. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ, എല്ലാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിൽ നിന്നുള്ള അനുമതി പ്രകാരം മലക്കുകളും റൂഹും ഇറങ്ങുന്ന രാത്രിയാണത്. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, പ്രഭാതം വരേക്കും അത് സമാധാനമാണ്, സമാധാനത്തിന്റെ രാത്രിയാണ്. ഇവിടെ മലക്കുകളും റൂഹും എന്ന് പറഞ്ഞത് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്ന റൂഹ് കൊണ്ട് ഉദ്ദേശം റൂഹുൽ ഖുദുസാണ്, ജിബ്രീൽ അലൈഹിസ്സലാമാണ്. എന്നാൽ മരിച്ചുപോയ ആളുകളുടെ റൂഹാണ് അന്നേ ദിവസം വരുന്നത്. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി വെക്കണം, അന്ന് അപ്പം തയ്യാറാക്കണം, അങ്ങനെയുള്ള ചില പ്രത്യേക ചിന്തകൾ വെച്ച് ആ രാത്രി റമദാൻ മാസത്തിൽ 27-ാം രാവിലാണ് അന്ന് അത്തരം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. മരിച്ച ആളുകളൊക്കെ വരും, അവർക്കത് നേർച്ച കൊടുക്കുക എന്നൊക്കെ ഏർപ്പാട്. ഇത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളത് ഗൗരവത്തോടുകൂടി നാം മനസ്സിലാക്കുക. അവിടെ റൂഹ് എന്നുള്ളതിന്റെ വിവക്ഷ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ മലക്കുകളും റൂഹും എന്ന് ഇതേ പ്രത്യേകം പറയാൻ കാരണം അത് ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ള മഹത്വമാണ്. മലക്കുകളുടെ കൂടെ ഉന്നതനായ ഏറ്റവും പ്രാധാന്യമുള്ള മലക്ക് എന്ന അർത്ഥത്തിലാണ് മലക്കുകളും അതിന്റെ കൂടെ റൂഹുമെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നെല്ലും പതിരും വേർതിരിച്ച് ഈ വിഷയങ്ങളെല്ലാം നാം മനസ്സിലാക്കുകയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള തെറ്റിദ്ധാരണകളിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യണം. റമദാനിലെ അവസാന 10 അത് പ്രതീക്ഷിക്കാനും ഒറ്റയായ രാവുകളിൽ പ്രതീക്ഷിക്കാനും ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ലൈലത്തുൽ ഖദ്രി ലൈലത്തുസ് സാബിഅ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലൈലത്തുൽ ഖദ്ർ അത് 27-നോ അല്ലെങ്കിൽ അവിത്താസിയ 29-നോ നിങ്ങൾ പ്രതീക്ഷിക്കുക. അവിത്താസിയത്തി വഇശ്രീൻ വഇന്നൽ മലായികത തിൽക്കൽ ലൈല അക്സറു ഫിൽ അർളി മിൻ അദദിൽ ഹസാ, ഈ ഭൂമിയിലെ മണൽത്തരികളെക്കാൾ കൂടുതൽ മലക്കുകൾ ആ രാത്രിയിൽ ഈ ഭൂമിയിൽ ഉണ്ടാകും. അതുകൊണ്ട് ലൈലത്തു സാബിയത്തി അവിത്താസിയത്തി വഇശ്രീൻ 27 അല്ലെങ്കിൽ 29-ന് നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ അവിടുന്ന് പറഞ്ഞതായിട്ട് ഇങ്ങനെ വിശദീകരിക്കപ്പെടുന്നു. ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉബാദത്ത് ഇബ്നു അസ്വാമിത് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടു ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടി. ഫതലാഹാ റജുലാനി മിനൽ മുസ്ലിമീൻ, അപ്പോൾ മുസ്ലിങ്ങളിൽപ്പെട്ടുള്ള 2 ആളുകളുണ്ട് വഴിയിൽ വെച്ച് വഴക്കു കൂടുന്നു. ഫഖാല ഖറജ്തു ലിയുഖ്ബിറകും ബിലൈലത്തുൽ ഖദ്ർ, റസൂലുള്ളാഹി അവരോട് പറഞ്ഞു ലൈലത്തുൽ ഖദ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയിച്ചു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതായിരുന്നു. പക്ഷേ ഫതലാഹാ ഫുലാനു വ ഫുലാൻ, ഇവിടെ എന്ത് സംഭവിച്ചു? അപ്പോൾ ഇന്നവനും ഇന്നവനും തമ്മിൽ വഴക്കുകൂടി. ഫറുഫിയത്, അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അറിവ്
അറിവ് എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. വഅസാ യകൂന ഖൈറൻ ലക്കും ഫൽതമിസുഹാ ഫിത്താസിയ വസാബിയ വൽഖാമിസ. അങ്ങനെ ആ വിജ്ഞാനം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടതാണ്. ഒരുപക്ഷേ അത് നിങ്ങൾക്ക് ഗുണകരായിരിക്കും. ഇന്ന ദിവസം എന്ന് പ്രത്യേകം എനിക്ക് പഠിപ്പിക്കപ്പെടാതെ പോയത് അള്ളാഹ് എനിക്ക് അറിയിച്ചു തന്നിരുന്നു. പക്ഷേ അത് ആ അറിവ് റബ്ബ് എന്നിൽ നിന്ന് ഉയർത്തിക്കളഞ്ഞാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ 29-ലും 27-ലും 25-ലും അന്വേഷിക്കുക എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. വേറൊരു ഹദീസിൽ അവസാനത്തെ 10 ഒറ്റയായ രാവുകളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ റമദാനിലെ അവസാനത്തെ 10 എന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 10 എല്ലാ ദിവസങ്ങളിലും അത് പ്രതീക്ഷിക്കുക എന്നതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, യജ്തഹിദു ഫിൽ അശ്റിൽ അവാഖിരി മാ ലാ യജ്തഹിദു ഫീ ഗൈരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 മറ്റൊരു കാലത്തും ചെയ്യാത്ത വിധം ആരാധനാ കർമ്മങ്ങളിൽ കഠിനാധ്വാനം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക ദിവസത്തിലേക്ക് അതിനെ ഒതുക്കിയാൽ ചിലപ്പോൾ അത് നമുക്ക് നഷ്ടമായി തീരും. ഓരോ ദിനത്തിലും ആ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം കാക്ഷിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങളിലും ഇബാദത്തുകളിലും ഖുർആൻ പാരായണത്തിലും മുഴുകി ഈ ദിവസം നഷ്ടപ്പെട്ടു പോകാതെ നാം കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ റബ്ബ് അതിനുള്ള തൗഫീഖ്, ആ സൗഭാഗ്യം നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകൾ പരമാവധി പരിശുദ്ധമാക്കി തീർക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അവസാന ദിനങ്ങളിൽ ഈ പറഞ്ഞ കാര്യങ്ങളുടെ കൂടെ ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊന്ന് പ്രാർത്ഥന വർദ്ധിപ്പിക്കുക എന്നതാണ്. ഖുൽ മാ യഅബഉ ബികും റബ്ബി ലൗലാ ദുആഉകും. സൂറത്ത് ഫുർഖാന്റെ അവസാന ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ പരിഗണിക്കുമായിരുന്നില്ല. എന്തില്ലായിരുന്നെങ്കിൽ? ലൗലാ ദുആഉകും, നിങ്ങളുടെ പ്രാർത്ഥനയില്ലായിരുന്നെങ്കിൽ. പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മെ പരിഗണിക്കാനുള്ള മാനദണ്ഡം. അതോടൊപ്പം തന്നെ അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, വിശുദ്ധ ഖുർആൻ നമ്മൾ ഇന്നേ ദിവസം പ്രത്യേകിച്ചും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിൽ നമുക്കറിയാം, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. സ്വത്തും സന്തതികളും ഐഹിക ജീവിതത്തിന്റെ അലങ്കാരമാണ്. വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ, ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല, നിന്റെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഉത്തമമായിട്ടുള്ളതും ശുഭപ്രതീക്ഷയ്ക്ക് ഏറ്റവും വകയുള്ളതും ബാഖിയാത്തു സ്വാലിഹാത്താണ്. ഈ വചനത്തെ മുഫസ്സിറുകൾ സുദീർഘമായി വിശദീകരിച്ചിട്ടുണ്ട്. അസ്സലവാത്തുൽ ഖംസ്, 5 നേര നമസ്കാരം ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ നോമ്പ് ബാഖിയാത്തു സ്വാലിഹാത്തിൽപ്പെട്ടതാണ്. എന്നാൽ പ്രത്യേകിച്ചും ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ട നിരവധി ഹദീസുകൾ കാണാം. ആ കൂട്ടത്തിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട്, ഇസ്തഗ്ഫിറൂ മിനൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നിങ്ങൾ ബാഖിയാത്തു സ്വാലിഹാത്ത്, അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ അത് വർദ്ധിപ്പിക്കണം. ഖീല വമാ ഹിയ യാ റസൂലല്ലാഹ്, അപ്പോൾ ചോദിക്കപ്പെട്ടു, എന്താണ് റസൂലേ അതുകൊണ്ടുള്ള ഉദ്ദേശം? ഖാല അൽ മില്ല. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അൽ മില്ല എന്ന മറുപടി നൽകി. ഖീല വമാ ഹിയ, അത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ ഖാൽ, അല്ലാഹുവിന്റെ റസൂൽ എണ്ണി പറഞ്ഞു, ബാഖിയാത്തു സ്വാലിഹാത്തിൽ പ്രധാനം ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത്തക്ബീർ, തക്ബീറാണ്, അല്ലാഹു അക്ബർ പറയലാണ്, വത്തഹ്ലീൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയലാണ്, വത്തസ്ബീഹ്, സുബ്ഹാനല്ലാഹ് പറയലാണ്, വൽഹംദ്, അൽഹംദുലില്ലാഹ് പറയലാണ്, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ 5 ദിക്റുകളാണ് സൂറത്തുൽ കഹ്ഫിലെ 46-ാമത്തെ ആയത്തിൽ പറഞ്ഞ ബാഖിയാത്തു സ്വാലിഹാത്ത് കൊണ്ടുള്ള വിവക്ഷ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിരിക്കുന്നു. ആ ദിക്റുകൾ വർദ്ധിപ്പിക്കാൻ, മരണശേഷവും അവശേഷിക്കുന്ന സൽക്കർമ്മങ്ങൾ എന്നുള്ള നിലക്ക് അത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നോമ്പിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന എല്ലാ തകരാറുകളും അതുമായി ബന്ധപ്പെട്ട് വന്നു പോകാവുന്ന എല്ലാം മായ്ച്ചു കളയാനും അള്ളാഹു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഫിത്ർ, സക്കാത്ത്, അതിന്റെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളുകയും അതോടൊപ്പം അതിൽ
അതിൽ പങ്കാളികളാകാൻ ശ്രമിക്കുകയും ചെയ്യണം. 100 രൂപയാണ് ഒരാൾക്കുള്ള പണമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് പള്ളിയെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഏൽപ്പിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഖിയാമുൽ ലൈൽ ഇൻഷാ അല്ലാഹ് അർദ്ധരാത്രിക്ക് ശേഷം 2:30 മണിക്കാണ്, 2:30 ഈ പള്ളിയിൽ ഖിയാമുൽ ലൈൽ നിർവഹിക്കപ്പെടുക. കഴിയുന്ന ആളുകളെല്ലാം അതിൽ പങ്കെടുത്തുകൊണ്ട് ആ പുണ്യം നേടിയെടുക്കാനും ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം പരിശുദ്ധ റമളാൻ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും മാറ്റമുണ്ടാക്കേണ്ടതാണ്. ഞാൻ വിശദീകരിച്ച് പറയേണ്ടതില്ല. ഏറ്റവും അപകടകരമായ ഒരവസ്ഥയിലാണ് നമ്മുടെ ഉമ്മത്ത് ഇന്നെത്തിപ്പെട്ടത്. മുൻ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഈ റമളാൻ വന്ന ശേഷവും നമ്മൾ വായിച്ച കൊലപാതക പരമ്പരകൾക്ക് എണ്ണവും കണക്കില്ലാതെ പോയിരിക്കുന്നു. അതിലൊക്കെ പ്രധാന പ്രതിയായിട്ടുള്ളത് എപ്പോഴും പറയാറുള്ള പോലെ 2 കാര്യങ്ങളാണ്. ഒന്ന്, സോഷ്യൽ മീഡിയയുടെ വിശാലമായൊരു തലം. നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ചും ജാഗരൂകരാകണം. കാരണം പരീക്ഷ കഴിഞ്ഞ അവധി ദിവസങ്ങളാണ് വരുന്നത്. ഇവർക്ക് പണികളൊന്നുമില്ല. ഉമ്മാന്റെ ഫോണ് ചോദിക്കും, ഉപ്പാന്റെ ഫോണ് ചോദിക്കും. നമ്മൾക്കറിയാത്ത അപകടകരമായ വിശാലമായൊരു ലോകമുണ്ട്. അവർക്ക് വ്യാപൃതരാകാൻ കഴിയുന്ന, അതിൽ പെട്ടുകഴിഞ്ഞാൽ നമുക്കൊരിക്കലും അവരെ തിരിച്ചിട്ടില്ല. ശ്രദ്ധയുണ്ടാകും. രണ്ടാമത്തേത് ലഹരിയാണ്. ആ ലഹരിയുടെ സോഴ്സുകൾ അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. നമുക്കറിയാം അതൊരു വിശാലമായ മേഖലയാണ്. 2007-2008 കാലത്തെ ആഗോള തലത്തിലുണ്ടായ സാമ്പത്തിക മാന്ദ്യം, ലോകരാഷ്ട്രങ്ങൾക്ക് ആ സാമ്പത്തിക മാന്ദ്യത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായകമായത് ലോക ബാങ്കുകളിലുള്ള ബ്ലാക്ക് മണിയാണ് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏതാണ് ഈ ബ്ലാക്ക് മണി? ലഹരിക്കടത്തിലൂടെ, അഥവാ ലോകത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്തുന്ന അത്ര വലിയൊരു വമ്പൻ സ്രാവാണ് ലഹരി മാഫിയ എന്ന് പറയുന്നത്. അതിന്റെ ഈസ്റ്റേൺ ഹബ്ബാണ് ഇന്ത്യ. അത് കടൽ മാർഗമാണ് ഏറ്റവും പ്രധാനം. കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ ചില പ്രധാന തുറമുഖങ്ങൾ വഴി വ്യാപകമായി അത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അവിടെ സമുദായം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, സമുദായം ഇതിൽ ലക്ഷ്യം വെക്കപ്പെടുന്നുണ്ട്. 2, സമുദായത്തിന്റെ പേരിൽ ഈ വിഷയത്തിൽ ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടതാണ്. മദ്രസകൾ വഴിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നൗദുബില്ല. ഈ മദ്രസകൾ ഇല്ലാതെ പോയാൽ എന്താകുമായിരുന്നു ഈ സമുദായത്തിന്റെ അവസ്ഥ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരല്പമെങ്കിലും പ്രതീക്ഷ നൽകുന്നത് ഇത്തരത്തിലുള്ള ധർമ്മം പഠിപ്പിക്കുന്ന, മൂല്യങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ്. അതിനെ തീവ്രവാദത്തിന്റെയും അതുവഴി ആ മയക്കുമരുന്ന് ഇവിടെ ഉണ്ടാകുന്നത് എന്നുവരെ പ്രചാരണം നടക്കുമ്പോൾ ശരിയായ കാര്യം ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ഈ പ്രതിരോധ സംവിധാനം, ദീന് പഠിപ്പിക്കുന്ന സംവിധാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം നമ്മുടെ പെൺമക്കളുടെ കാര്യത്തിലും വലിയ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുണ്ടാകണം. പരീക്ഷാ ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് പലപ്പോഴും മഞ്ചേരിയിലും സമീപത്തുള്ള ഹൈസ്കൂളുകളിൽ പലപ്പോഴും പോകേണ്ടി വന്നപ്പോൾ വളരെ ദുഃഖത്തോടു കൂടി കണ്ടൊരു കാര്യം, 20 പെൺകുട്ടികൾ ഒരു ക്ലാസ്സിലേക്ക് കയറി ചെന്നാൽ ഇസ്ലാമിക വസ്ത്രത്തിലുള്ള 1-2 മക്കൾ മാത്രമാണ്. ആരുടെ മക്കളാണിത്? നോമ്പ് നോൽക്കുന്ന ബാപ്പമാരുടെ മക്കള്, നമസ്കരിക്കുന്ന ഉപ്പമാരുടെ മക്കള്, അവർ വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമാണ്. എന്തേ സമുദായമേ മാറ്റമില്ലാതെ പോകുന്നത്? കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടു കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയെ കുറിച്ചുള്ള വാർത്ത. ശേഷം നമ്മൾ എന്താ വായിക്കുന്നത്? നിക്കാഹ് കഴിഞ്ഞിടത്ത് നിന്ന് മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയത് അവനാ കൊന്നതെന്നാ. നൗദുബില്ല. പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കി കൊടുക്കണം. കണ്ട് ചിരിക്കുന്നവന്റെ ഒക്കെ കൂടെ പോകേണ്ടുന്നവരല്ല നിങ്ങൾ. ഒരു സംസ്കാരം കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നോമ്പാണ് മാറ്റമുണ്ടാക്കേണ്ടത്. നോമ്പ് നോറ്റ പെൺകുട്ടിയുടെ വസ്ത്രം നന്നാകണം. നോമ്പ് നോറ്റ പെൺകുട്ടിയുടെ സംസ്കാരം നന്നാകണം. തലയിലിടേണ്ടുന്ന വസ്ത്രം മാറിലൂടെ താഴ്ത്തിയിട യഥാർത്ഥ വിധത്തിൽ ഇസ്ലാമികമായി ധരിക്കാതെ അവളുടെ നോമ്പോട് എന്ത് പ്രയോജനമുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. 2 വിഭാഗം ആളുകൾ ഞാൻ കണ്ടിട്ടില്ല. അഥവാ വരാനിരിക്കുന്ന കാലത്ത് അവർ വരാനിരിക്കുന്നു അവിടെ നരകത്തിൽ. അതിൽ ഒന്നേതാ? പശുക്കളുടെ വാലുപോളയിലുള്ള ചാട്ടവാറുകൾ കൊണ്ട് ജനങ്ങളെ മർദ്ദിച്ച് നടക്കുന്ന ആൾ, ന്യായമായി ജനങ്ങളെ പീഡിപ്പിക്കുന്ന നിയമപാലകരും ഭരണാധികാരികളുമായ ആളുകൾ നാളെ വരാനിരിക്കുന്നവരാണ്. രണ്ടാമത്തേതാ? നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത് മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില. ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള പൂഞ്ഞകൾ ചാഞ്ഞും ചരിഞ്ഞും നടക്കുന്ന വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും നഗ്നകളാണ് അവർ. ആ സ്ത്രീകളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞത്? ലാ യദ്ഖുലന്നൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കൂല. വലാ യജിദന്ന റീഹ, സ്വർഗ്ഗത്ത് പ്രവേശിക്കൂല എന്ന് മാത്രമല്ല അതിന്റെ മണം പോലും കിട്ടില്ല അവർക്ക്. കാരണം വഇന്ന റീഹഹാ ലയൂജദു മിൻ മസീറത്തി കദാ വകദാ, സ്വർഗ്ഗത്തിന്റെ സ്മെൽ ഇത്ര ദൂരെ വരെ ഉണ്ടാകും. ആ ഗന്ധം പോലും ആസ്വദിക്കാൻ
നിൽക്കാൻ ശരിയായ വസ്ത്രം ധരിക്കാത്ത പെണ്ണുങ്ങൾക്ക് സാധിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സഹോദരിമാരെ, വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം ഒരു പ്രത്യേക ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് അല്ലാത്ത സമയത്തൊക്കെ തോന്നിയ പോലെയുള്ള വസ്ത്രം ധരിക്കുന്നതാണ് നിങ്ങളുടെ സ്വഭാവമെങ്കിൽ ഈ ഗൗരവതരമായ റസൂലിന്റെ താക്കീദിന് നിങ്ങൾ വിധേയരാകും എന്നത് ശ്രദ്ധിക്കുക. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീക്ക് എല്ലാ സമയത്തും ഒരേ വസ്ത്രമാണ്. പ്രത്യേകമായി പള്ളിയിലേക്ക് വരുമ്പോൾ മാത്രം വസ്ത്രവും അല്ലാത്ത സമയത്ത് മറ്റു തരത്തിലുള്ള അന്യരെ ആകർഷിക്കുന്ന നിലക്കുള്ള വസ്ത്രമാണ് ധരിക്കുന്നതെങ്കിൽ സ്വർഗം കിട്ടൂല എന്ന് മാത്രമല്ല, അതിന് മണം പോലും ലഭിക്കൂല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീൻ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കാൻ, നടപ്പാക്കാൻ അള്ളാഹു നമുക്ക് ഈമാനും ഇഖ്ലാസും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم اجعل القرآن ربيع قلوبنا يا رب العالمين. اللهم أرنا الحق حقا وارزقنا اتباعه. اللهم أرنا الباطل باطلا وارزقنا اجتنابه. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على النبي وعلى آله وصحبه